ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഞാനിവിടെ നിങ്ങൾക്ക് ഏൽപ്പിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ, ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധയോടും പക്വതയോടുകൂടി നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചാൽ പോലും നമ്മുടെ മക്കളുടെ കാര്യം നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. മദ്യവും മയക്കുമരുന്നും ലഹരി കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ ലഹരിയുടെ ഹബ്ബായി മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളം. ഇന്ന് രാവിലെ എണിച്ചിട്ട് ഒരു വാർത്ത ഞാൻ കണ്ടു കേട്ടോ. +2 വിദ്യാർത്ഥി SIയുടെ കാലുവാരി അടിച്ച് നിലത്തടിച്ചു. എത്ര കേട്ടപ്പോഴേ, അല്ല അത് കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി. ഞാനിത് ഇൻവൈറ്റ് കൊടുക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് നോക്കാത്ത. ഒരു മിനിറ്റ്. ഒരു +2 വിദ്യാർത്ഥി SIയുടെ കാല് പിടിച്ച് നിലത്തടിച്ചു എന്നുള്ള വാർത്ത ഞാനിന്ന് ഇവിടെ വായിച്ചു. നാട്ടിൽ നടന്നൊരു സംഭവം. ഒരിക്കലും ആ കുട്ടി സ്വയബോധത്തിലത് ചെയ്യില്ല. ഒരു +2 വിദ്യാർത്ഥി സ്വയബോധത്തിലത് ചെയ്യില്ല ഒരിക്കലും. ഒന്നില്ലെങ്കിൽ അവനെ ലഹരിക്ക് അടിമപ്പെട്ട് കാണും. കഴിഞ്ഞ ആഴ്ച കണ്ടതോ, ഒരു വിദ്യാർത്ഥി മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിൻ്റെ പേരിൽ പ്രിൻസിപ്പാളെ വെളിയിലിറങ്ങിയ തീർത്ത് കളയും എന്ന് പറയുന്നൊരു വീഡിയോ കണ്ടു. അതിൻ്റെ ഒരാഴ്ച മുമ്പോ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി സ്വന്തം ഉമ്മയെ വെട്ടിക്കൊന്നു എന്നുള്ള വാർത്ത കേട്ടു അല്ലേ? അതുപോലെ ഒരുപാട് വാർത്തകൾ ദിവസം സ്കൂൾ വിദ്യാർത്ഥികളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ മൂല കാരണം എന്ന് പറയുന്നത് ലഹരിയാണ്. ഈ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് 2014 ഒരു പ്രകടന പത്രികയിൽ ഒരു പരസ്യം ഇറക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കണ്ടു കാണും. പരസ്യം ഇറക്കിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ പരസ്യം? മദ്യവിസർജനം, മദ്യമുക്ത കേരളം, ലഹരിമുക്ത കേരളം. ഇന്നസെന്റ്, മരിച്ചുപോയ മഹാനായ നടൻ ഇന്നസെന്റും KPS ലളിത ചേച്ചിയും കൂടിയിട്ടാണ് ആ വീഡിയോ ചെയ്ത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആരും മറന്നു കാണില്ല. കമ്മികൾ മറക്കും. കാരണം അവർക്ക് അല്പബുദ്ധിയാണ്. അപ്ലക്കപ്പുള്ള കാര്യം അപ്ലക്കപ്പളെ മറക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചോദിച്ച ഓർമ്മയുണ്ടാവില്ല. അതിനെക്കുറിച്ച് ബബ്ബടിക്കും. പക്ഷേ ഉപ്പും ചോറും തിന്നുന്ന മനുഷ്യന്മാർ മറക്കില്ല. അവരെ വെച്ച് പരസ്യം ചെയ്തു. അന്ന് കേരളത്തിലുണ്ടായിരുന്ന മദ്യഷാപ്പുകളുടെ എണ്ണം, ഇന്നത്തെ കേരളത്തിലുള്ള മദ്യഷാപ്പുകളുടെ എണ്ണം, കള്ളുഷാപ്പുകളുടെ എണ്ണം, ബീവറേജ് കോർപ്പറേഷൻ്റെ എണ്ണം, ബിയർ പാർലറുകളുടെ എണ്ണം എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാർ 2014 അധികാരം ഒഴിഞ്ഞു പോകുന്ന സമയത്ത് 2016 അധികാരം ഒഴിഞ്ഞു പോകുന്ന സമയത്ത് ഉണ്ടായിരുന്നതിനും വെച്ച് ഇരട്ടിയാണ് ഇപ്പോൾ മദ്യഷാപ്പുകളുടെ എണ്ണം. അതുപോലെ ലഹരിക്കടത്തിന് ഏറ്റവും കൂടുതൽ പണ്ട് ഇന്നലെ നിയമസഭയ്ക്കകത്ത് മഞ്ചേശ്വരം MLA പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ബോംബെയിൽ പോയപ്പോൾ, അദ്ദേഹം ഷംസുദ്ദീൻ MLA കൂടി ബോംബെയിൽ പോയപ്പോൾ, ബോംബെയിൽ അധോലോകത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞത്രേ, ഇന്ന് കേരളമാണല്ലോ അധോലോകം. ശരിയാണ്, കേരളമാണ് ഇന്ന് വലിയ അധോലോകം. ലഹരി മാഫിയുടെയും കള്ളക്കടത്ത് മാഫിയകളുടെയും കരിഞ്ചന്തക്കാരുടെയും കുഴൽപ്പണക്കാരുടെയും സ്വർണ്ണക്കടത്തുകാരുടെയും ഗുണ്ടാ സംഘങ്ങളുടെയും അതുപോലെ കേരളത്തിൽ എണ്ണിയാൽ പറഞ്ഞാൽ തീരാത്ത മാഫിയ സംഘങ്ങൾ, ഭൂമാഫിയ, കോറി മാഫിയ, അതുപോലെ രാഷ്ട്രീയ മാഫിയ എന്ന് പറയും. അതായത് പാർട്ടിയിൽ വന്ന് ചേർന്നിട്ട് തൊഴിലിന് വേണ്ടി പാർട്ടിയിൽ ചേരുക, പാർട്ടിയിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ നടക്കുന്ന രാഷ്ട്രീയ മാഫിയ. അങ്ങനെ കുറേ മാഫിയകളുടെ ഒരു കൂടാരമായിട്ട് നമ്മളിന്ന് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കട്ടെ. കേരളത്തിലെ വരും തലമുറയെ പോലും നശിപ്പിക്കുന്ന മദ്യനയമാണ് ഈ ഇടതുപക്ഷ സർക്കാരും MB രാജേഷ് എന്ന് പറയുന്ന ഈ എക്സൈസ് മന്ത്രി കൂടി കാട്ടിക്കൂട്ടുന്നത്. പാലക്കാട് ഇപ്പോൾ ഒരു ബീവറേജിന്റെ ഒരു ഡിസ്റ്റിലറി തുടങ്ങാൻ പോവാണ്. ബ്ലൂബെറി എന്തോ ഒരു പേര് കണ്ടു ഞാൻ, അതിന് എനിക്ക് പേരൊന്നും അറിയാൻ പാടില്ല. തുടങ്ങാൻ പോണി എലപ്പുള്ളി പഞ്ചായത്തിൽ. പാലക്കാട്ടിലെ ജീവിക്കുന്ന ഞങ്ങൾക്കറിയാം പാലക്കാട് ജില്ലയിലെ ശുദ്ധജലത്തിന്റെ ലഭ്യത കുറവ്. പാലക്കാട് മലമ്പുഴയിലെ ഡാമുണ്ട്. ആ ഡാമിലെ വെള്ളം ഒരു പൂവലിന് പോലും തികയാത്തത്ര വെള്ളവും നമ്മുടെ മലമ്പുഴ ഡാമിലുള്ളൂ. പിന്നെ ഈ പറഞ്ഞ എലപ്പുള്ളി പഞ്ചായത്തിൽ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് സർക്കാർ പഞ്ചായത്തുകൾ കുത്തിയിട്ടുള്ള കുഴൽക്കിണറിൽ തന്നെ പകുതി എണ്ണത്തിലും വെള്ളമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് അവിടെ ഒരു ഡിസ്റ്റിലറി തുടങ്ങാൻ ഈ പറയുന്ന പിണറായി വിജയനും ഈ പറയുന്ന MB രാജേഷും കൂടി സ്വന്തം ഘടകകക്ഷികൾ പോലും JDS, CPI, അതുപോലെ അതിനകത്തുള്ള ഘടകകക്ഷികൾ പോലും അറിയാതെ കഴിഞ്ഞ ദിവസം ക്യാബിനറ്റ് നോട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ? ആരും അറിയാതെ ഇവർ രണ്ടുപേരും കൂടി തീരുമാനിച്ച് ഇതിനകത്ത് വൻ അഴിമതിയാണ് ശരിക്കും പറഞ്ഞാൽ. 5 ഏക്കർ സ്ഥലത്തിൽ മഴവെള്ള സംഭരണി സംഭരിച്ചിട്ട് ആ സംഭരണിയിലൂടെയാണ് ഇപ്പൊ കള്ളുണ്ടാക്കി ജനങ്ങളുടെ അണ്ണാക്കിലൊഴിക്കാൻ പോണത് ഇവര്. നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ എത്ര കള്ളുഷാപ്പുകളുണ്ടെന്ന് അറിയാൻ പറ്റുമോ? കേരളത്തിൽ എത്ര കള്ളുഷാപ്പുകളുണ്ടെന്ന് അറിയാൻ പറ്റുമോ? ഈ കള്ളുഷാപ്പുകളിലേക്കുള്ള കള്ള് മുഴുവൻ വരുന്നത് ചിറ്റൂർ പാലക്കാട് ഭാഗത്തു നിന്നാണ്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക.
ചിറ്റൂർ പാലക്കാട് ഭാഗത്തു നിന്നാണ്. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും കണക്ക് ഞാൻ ഇതിനെ കുറിച്ചിട്ട് വ്യക്തമായി പഠിച്ചിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇത് വെറുതെ വന്ന് ലൈവിൽ പറയുന്നില്ല. ഇന്ന് കേരളത്തിലുള്ള കള്ള് ഷാപ്പിലേക്കുള്ള കള്ളുകൾ എത്തിക്കാനുള്ള കള്ളൊന്നും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട കോടതികൾ, ഹൈക്കോടതി, സുപ്രീം കോടതിയും അതുപോലുള്ള എല്ലാം ഈ കാര്യത്തിൽ ഇടപെടണം. ഇതുപോലുള്ള രാഷ്ട്രീയ സംഘടനകൾ, ജനങ്ങളുടെ സാമൂഹ്യ നന്മ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ സംഘടന ഇതിൽ ഇടപെടണം. കാരണം ഇത് വലിയ മാഫിയാണ്. കേരളത്തിലെ എല്ലാവർക്കും കുടിക്കാനുള്ള കള്ള് പാലക്കാട് മേഖലയിൽ നിന്ന് ചെത്തിയിറക്കണമെന്നില്ല. കേരളത്തിലെ ആകെ ചെത്ത് നടക്കുന്നത് പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ പഞ്ചായത്തിലെ ചിറ്റൂർ മുതലമട ആ ഭാഗത്തുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ കള്ള് ചെത്ത് നടക്കുന്നത്. ഇന്ന് പനചെത്തൊന്നുമില്ല, ഇന്ന് തെങ്ങും കള്ളാണ്. ഈ തെങ്ങും കള്ള് കൊണ്ടുപോയിട്ട് കേരളത്തിൽ ഇക്കണ്ട കള്ള് വിതരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം 100% ഉറപ്പിക്കാം, അതിനകത്ത് വ്യാജം കലർത്തിയിട്ട് തന്നെയാണ് ഈ കള്ളുകൾ മുഴുവൻ ഇവിടെ വിൽക്കുന്നത്. അപ്പോൾ വ്യാജ കള്ള് വിൽപ്പനയ്ക്കും വ്യാജ കള്ള് വിൽപ്പനയ്ക്കടക്കം ഇവിടുത്തെ ഈ ഇടതുപക്ഷ സർക്കാർ കൂട്ടാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത്, ഒരു കള്ള് ഷാപ്പിൽ വൈകുന്നേരം ആകുമ്പോൾ ഇത്ര ലിറ്റർ കള്ള് വിൽക്കുന്നുള്ള കണക്കായിട്ട് മുതലാളിക്ക് ഏൽപ്പിക്കണം അല്ലേ? കള്ള് ഷാപ്പിലെ വിൽപ്പനക്കാരൻ്റെ വെള്ളമൊഴിച്ചുള്ള കള്ള് വിൽപ്പന കഴിഞ്ഞിട്ട് അവൻ്റെ അടിച്ചുമാറ്റലൊക്കെ കഴിഞ്ഞിട്ടും മുതലാളിക്ക് ഒരു കണക്ക് എന്തായാലും കൊടുക്കണമല്ലോ. അങ്ങനെ കേരളത്തിലെ ഓരോ കള്ള് ഷാപ്പുകളുടെയും കള്ള് വിറ്റുവരവിൻ്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കള്ളിൻ്റെയും വിൽക്കുന്ന കള്ളിൻ്റെയും അളവ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു കാര്യം മനസ്സിലാക്കാം, ഇവിടെ വ്യാജമദ്യമാണ് ഇവർ വിൽക്കുന്നത് എന്നുള്ളത് 100% സത്യമാണ്. വ്യാജമദ്യം അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നവരാ ഇവിടുത്തെ എക്സൈസ് വകുപ്പും ഇവിടുത്തെ സർക്കാരും. പല സ്ഥലങ്ങളും നമ്മൾ കാണുന്നുണ്ട്. സാധാരണ തെങ്ങും കള്ള് കുടിച്ച് ആരും ഡോസായിട്ട് തലകറങ്ങി വീഴൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ കള്ള് കുടിച്ചിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആനമയ്ക്ക് ഉടുത്തയിൽ കൂടെ തൂറിയിട്ട് നടക്കും ആൾക്കാർ. മനസ്സിലായി? നമ്മൾ കണ്ടിട്ടുണ്ട്, കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ആൾക്കാർ ഉടുത്തയിൽ തൂറിക്കൂടെ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലുള്ള വ്യാജമദ്യം വിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇതുകൂടാതെയാണ് മദ്യഷാപ്പ്, ഇതുകൂടെയാണ് ബീവറേജ്, ഇതുകൂടാതെയാണ് ബിയർ പാർലറുകൾ, ഇതുകൂടാതെയാണ് ബാറുകൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിന്റെ ഗതികെട്ട അവസ്ഥയിലേക്ക് ഈ കൊണ്ടുവന്ന് എത്തിച്ചത് ഈ സർക്കാരല്ലേ? നമ്മുടെ ഈ തലമുറയെയും അടുത്ത തലമുറയെയും നശിപ്പിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത്? വളർന്നു വരുന്ന കുട്ടികളെ നിങ്ങളൊന്ന് ആലോചിക്കുക. വെട്ടിക്കൊല്ലുന്നു, അധ്യാപകനെ കുത്തിക്കൊല്ലുന്നു പറയുന്നു. ഇപ്പോൾ SIനെ നിയമം കാക്കുന്ന ഈ കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു പൗരന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കുന്ന പാവപ്പെട്ട നമ്മുടെ പോലീസുകാരെ പോലും ആക്രമിക്കുന്ന രീതിയിലേക്ക് ഇന്നത്തെ യുവത മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ നമ്മളൊക്കെ സിഗരറ്റ് വലിക്കുന്ന കാലത്ത് നമ്മുടെ വയസ്സിന് മൂത്ത ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അത് പരമാവധി മറച്ചു പിടിച്ച് അല്ലെങ്കിൽ അത് കളഞ്ഞ്, ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞാനൊക്കെ സിഗരറ്റ് വലിച്ചു, എൻ്റെ സിഗരറ്റ് വലിക്കുന്നത് എൻ്റെ നാട്ടിലെ പല വലിയ ആൾക്കാർക്ക് പോലും അറിയില്ല. കാരണം അവരുടെ മുമ്പിൽ കാലിൻ്റെ മുകളിൽ കാലിട്ടിരിക്കുക, അതൊരു ബഹുമാനമാണ്. കാരണം നമ്മുടെയൊക്കെ വളർത്തുന്നതിൻ്റെ ഒരു ഗുണം, അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ ജീവിച്ചതിൻ്റെ ഗുണമെന്ന് പറയാം. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് ബന്ധങ്ങളില്ല, വ്യക്തിബന്ധങ്ങളില്ല, അതില്ലാതാക്കുന്നു. നിയമസഭയ്ക്കകത്ത് KM മാണിക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി നിയമസഭയിലെ സ്പീക്കറുടെ ഡയസിൽ കയറിയിട്ട് കാളിയം മർദ്ദനം ചവിട്ടിയിട്ടുള്ള റൗഡിയായിട്ടുള്ള ഒരാളിനെയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാക്കിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇയാളിൽ നിന്ന് എന്ത് പ്രചോദനം ഉൾക്കൊള്ളും ഈ കുട്ടികൾ? ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് കുട്ടികൾ, ട്രോളന്മാരെടുത്തിടുമ്പോൾ അതൊക്കെ കാണുന്നുണ്ട് കുട്ടികൾ. ഇവരിൽ നിന്ന്, ഈ വ്യക്തിയിൽ നിന്ന് എന്ത് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് ഈ കുട്ടികൾ കണ്ടുപഠിക്കണം? ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക. ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന വ്യക്തി ദ്വയാർത്ഥം സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ അടച്ചു അല്ലേ? ചുരുളി എന്ന് പറയുന്ന സിനിമ നാട്ടിലിറങ്ങി. ചുരുളി എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങി. ആ സിനിമ ഒരു മനുഷ്യനായവൻ പോയി കാണില്ല, അത്രയ്ക്കും തെറിയാണ് അതിനകത്ത് അല്ലേ? ആ സിനിമയ്ക്ക് അവതരണാനുമതി കൊടുത്തു നമ്മുടെ സർക്കാർ. ഇവിടെ DYFI ഉണ്ടായിരുന്നില്ലേ, യുവജന സംഘടന? ഇതുപോലുള്ള സാമൂഹ്യ നന്മയില്ലാത്ത സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് ഇവർ മിണ്ടിയ റോഡ് തടയലും മിണ്ടിയ ബസ്സിന് കല്ലെറിയലും മിണ്ടിയ ഓഫീസുകൾ ഉപരോധിക്കലൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു സമര കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. ഇപ്പം എവിടെ അവർക്ക്? ചുരുളി പോലത്തെ സിനിമകൾ ഈ പറഞ്ഞ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഭാര്യയും പേരക്കുട്ടികളും മക്കളും മരുമകൻ മന്ത്രിയും കൂടി പോയിട്ട് ഒരുമിച്ചിരുന്ന് തിയേറ്ററിൽ സിനിമ കാണോ? ഇവരാണല്ലോ ഭരിക്കുന്ന കേരളം, ഇവരാണല്ലോ ഭരണാനുമതി കൊടുത്തത് അല്ലേ? അപ്പൊ ഇതുപോലുള്ള സിനിമകൾ ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരും പറഞ്ഞത് പ്രദർശിപ്പിക്കുന്ന സമയത്ത് ഇത് കാണുന്ന കുട്ടികളുടെ മനസ്സ് എങ്ങനെയായിരിക്കും? നിയമസഭ തല്ലിപ്പൊളിക്കുന്ന ഒരു ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മുൻ MLA ആയിരിക്കുന്ന സമയത്ത് കാണിച്ച ഗുണ്ടായസം ഈ കുട്ടികൾ കാണുമ്പോൾ എങ്ങനെയാണ് ആ കുട്ടികളുടെ മനസ്സിലുണ്ടാവുക? മദ്യവും മയക്കുമരുന്നും ലഹരിയും ക്യാമ്പസുകളിൽ വിൽക്കുന്നു, പല രീതിയിലും വിൽക്കുന്നു. ഇതിനെ പിടിക്കാൻ കഴിവില്ല.
നാട്ടിലെ വ്യാജമദ്യം വിൽക്കുന്നുണ്ട്. കള്ളെന്ന പേരിൽ വ്യാജമദ്യം വിൽക്കുന്നുണ്ട്. അതിനെ പിടിക്കാൻ കെൽപ്പില്ല, ചങ്കറപ്പില്ല ഈ ഭരണകൂടത്തിന്. അതിനൊക്കെ ഒത്താശ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ തലമുറയല്ല, അടുത്ത തലമുറയും നശിപ്പിക്കൽ ഈ വർഗ്ഗങ്ങൾ ചെയ്യുന്നത്. ഇവരിനി നാടിന് വേണോ? നമുക്ക് ഓരോ പഞ്ചായത്തിലും നിങ്ങൾ ചിന്തിക്കണം, ഇവര് നമുക്ക് നാട്ടിൽ വേണോ? ഏതൊക്കെ മാഫിയകളുണ്ടെങ്കിൽ ഇവരുടെ കൈകൾ അതിന് പുറകിലുണ്ടാവും. സകല മാഫിയകളുടെ പുറകിൽ ഇവരുടെ കൈകളുണ്ടാവും. നിങ്ങൾ വേണമെങ്കിൽ ശ്രദ്ധിച്ചോ. ഒരു പാടം മണ്ണിട്ട് നടത്തുന്നത് മുതൽ തുടങ്ങി വലിയ വലിയ ബിസിനസ്സുകൾ മുഴുവൻ നടത്തുന്നത് ഇത് ഇവരുടെ മാഫിയുടെ ഫലമായിട്ടാണ്, അല്ലേ? ഇപ്പോൾ നമ്മുടെ നിലമ്പൂരിൽ, ഇവിടെ വയനാട്ടിൽ മണ്ണിടിച്ചിലുണ്ടായി, കുറേ പേര് മരിച്ചു. ഇപ്പോൾ അവിടെ 750 കോടി രൂപയുടെ 1000 വീടിന്റെ പദ്ധതി ഊരാളങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സൊസൈറ്റി, ഇത് ഏറ്റവും വലിയ തൊഴിലാളികളുടെ പ്രസ്ഥാനമാണെന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി കൊള്ളയും നടത്തുന്ന ഒരു സൊസൈറ്റിയാണ് ഈ പറഞ്ഞ ഊരാളങ്കൽ സൊസൈറ്റി. അറിയാം നിങ്ങൾക്ക്? അറിയാം? എത്ര പേർക്കറിയാം? അവരുടെ പ്രോജക്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തൊഴിലാളികളുടെ സംഘടന സൊസൈറ്റി അത്ര. ഇവിടെ തൊട്ടതിലും എല്ലാ അഴിമതിയാണ്. അഴിമതിയുടെ കൂമ്പാരമാണ് കേരളത്തിലെ ഭരണകൂടം. അതുകൊണ്ടാണ് നമ്മുടെ നിയമം കാക്കുന്ന, നമ്മുടെ ജീവന സ്വത്തിന് സംരക്ഷണം നൽകുന്ന പോലീസുകാർക്ക് പോലും രക്ഷയില്ലാത്തൊരവസ്ഥയായി മാറിയിരിക്കുകയാണ്. പോലീസുകാർക്ക് പോലും ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന്. ഒരു +2 വിദ്യാർത്ഥി ഒരു SIയുടെ കാലുവാരി പിടിച്ച് അടിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഏതുവരെ എത്തി. അവന് ഈ സമൂഹത്തിൽ അവനിക്ക് കിട്ടുന്ന ആ ഒരു അറിവെന്ന് പറയുന്നത് എന്താണ്? മദ്യത്തിലൂടെയും മയക്കുമരുന്നിലൂടെ കിട്ടുന്ന അറിവാണ് അവൻ പകർന്നുകൊണ്ട് നടക്കുന്നത്. അതിനുള്ള സൗകര്യമാണ് ഈ സർക്കാർ ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഊക്കല ഉപദേശം ഒരു വഴി കൂടെ, അറിയാതെ വന്ന വാക്കാണ്, ക്ഷമിക്കുക. ഊക്കല ഉപദേശവും ഒരു വഴി കൂടെ, ഇത് അറിഞ്ഞു പറഞ്ഞാട്ടോ. എന്താ കാരണം? ഒരു വഴി കൂടെ പറയാൻ ഞങ്ങൾ മദ്യവിസർജനമാണെന്ന് പറയുക, എന്നിട്ട് ഇപ്പുറത്തെ കൂടെ ഉണ്ടാക്കി കൊടുക്കുക. മനസ്സിലാക്കുക? ഇതാണ് നെറികെട്ട കമ്മ്യൂണിസം. മനസ്സിലായി? നെറികെട്ട കമ്മ്യൂണിസം ഇതല്ല കമ്മ്യൂണിസം. കമ്മ്യൂണിസം സാമൂഹ്യ സുരക്ഷയുള്ളതാണ് കമ്മ്യൂണിസം. പൊതുസുരക്ഷ കാക്കുന്നതാണ് കമ്മ്യൂണിസം. അതിന്റെ മാനിഫെസ്റ്റോ അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതറിയാത്ത ഊളകളാണെന്ന് രാഷ്ട്രീയ പാർട്ടിയിലെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാരാണെന്ന് പറഞ്ഞ് ചമഞ്ഞ് തൂക്കിക്കൊണ്ട് നടക്കുന്നവർ. മനസ്സിലായിട്ടുണ്ടോ? ഇവരൊക്കെ ഇന്ന് ഈ പാർട്ടിക്ക് വേണ്ടി നടക്കുന്നത് പാർട്ടിന്റെ സഹകരണ സ്ഥാപനങ്ങളും മറ്റുള്ളതും ജോലി കിട്ടാനും ആശ്രിതർക്കും അവരുടെ ആശ്രിതർക്കും പേരക്കുട്ടികൾക്ക് ഇനി ജനിക്കാൻ പോകുന്നവർക്കും വല്ലതും ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പാർട്ടിന്റെ പിന്നാലെ നടക്കുന്നത്. അല്ലാതെ പാർട്ടിയോടുള്ള സ്നേഹമല്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, നല്ല നേതാക്കന്മാർ നാട്ടിലുണ്ടായിരുന്നു, അന്തസ്സുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു, തന്തയ്ക്ക് വരുന്ന നേതാക്കന്മാരുണ്ടായിരുന്നു. അവർ സാമൂഹ്യ നന്മ അല്ലെങ്കിൽ പൊതുസുരക്ഷ നോക്കിയിട്ടാണ് അവർ പ്രവർത്തിച്ചത്. ഇന്നോ സകല കള്ള മാഫിയകളുടെ കൂടെ ഈ അലവലാതി കൂട്ടങ്ങളുണ്ട്. കള്ള മാഫിയകളുടെ കൂടെയാണ് ചെറുപ്പക്കാർ. ഇന്നത്തെ നമ്മുടെ മക്കള്, വിദ്യാർത്ഥികൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് ക്യാമ്പസിൽ പോയാലും അവിടെ ലഹരിക്കടിമയാണ്. ഇതിനെങ്ങനെ ഇല്ലാതാക്കും? ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ഒരു നടപടിയാണ്. ഇവർ മിണ്ടിയ പറയും. ഉത്തർപ്രദേശിൽ നോക്ക്, ഗുജറാത്തിൽ പോയിട്ട് അവർ പോയിട്ട് ഉണ്ടാക്കിയിട്ട് വരുന്നവരിവര് അവിടെയൊക്കെ അന്തസ്സായിട്ട് ഭരണം നടത്തുന്നുണ്ട്. വർഗീയതയാണെങ്കിൽ പോലും അവിടെ ഈ വക തോന്നിയാസൊന്നുമില്ല. തൊട്ടടുത്ത് കിടക്കുന്ന കർണാടക മദ്യത്തിന്റെ ഈറ്റില്ലമാണ്, സ്പിരിറ്റുകളുടെ ഈറ്റില്ലമാണ്. മനസ്സിലായിട്ടുണ്ടോ? അവിടെയൊന്നും ഈ വക തോന്നിയാസമില്ല. ഏതെങ്കിലും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയുടെ 1% മാത്രമേ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. കേരളം ക്രിമിനൽ സംഘത്തിന്റെ കൂടാരമായി മാറി. ആ ക്രിമിനൽ സംഘത്തെ നയിക്കുന്നത് തന്നെ ഒരു ക്രിമിനൽ സംഘമാകുമ്പോൾ അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? ക്രിമിനൽ സംഘത്തെ നയിക്കുന്നത് തന്നെ ക്രിമിനൽ സംഘങ്ങൾ. ക്രിമിനൽ അല്ലാന്ന് പറയാൻ പറ്റുമോ? നിയമസഭ തല്ലിപ്പൊളിച്ചവന്മാർ ക്രിമിനൽമാരല്ലേ? പൊതുസ്വത്തല്ല അവർ നശിപ്പിച്ചത്. അവർ കൊട്ടിൻ ക്രിമിനലുകളാണ്. യാതൊരു സംശയമില്ല. 100 വട്ടം പറയാം, അവർ ക്രിമിനലുകളാണ്. മനസ്സിലായിട്ട്? പൊതുമുതൽ എന്റെയും നിങ്ങളുടെയൊക്കെ നികുതിപ്പണം കൊടുത്തുണ്ടാക്കിയതാണ് നിയമസഭ. അതിനകത്ത് പോകാൻ ആ നിയമമുണ്ടാക്കുന്ന ആ മഹാസഭയ്ക്കകത്ത് കയറണമെങ്കിൽ കുറച്ച് അന്തസ് വേണം. അന്തസ്സില്ലാത്ത നെറികെട്ടവന്മാരൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ഇതൊക്കെ തന്നെ നടക്കുക, തോന്നിയാസങ്ങൾ. അവരൊക്കെയാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസം മന്ത്രിയും എക്സൈസ് മന്ത്രിയും ഇങ്ങനെയുള്ള മന്ത്രിമാർ. മനസ്സിലായിട്ടുണ്ടോ? ഇവരാണിപ്പോൾ മന്ത്രിമാർ. കേരളത്തിൽ പാൽ കമ്പനിയിലെ തുടങ്ങണം, മിൽമ ഫാക്ടറിയിലെ തുടങ്ങണം. എലപ്പുള്ളി പഞ്ചായത്തിൽ മിൽമ ഫാക്ടറി തുടങ്ങണമെങ്കിൽ ശരി, മായങ്കലത്തെ മിൽമയാണെങ്കിലും അണ്ണാക്കിലൊഴിച്ച് ചാകാലെന്ന് വിചാരിക്കുക. ഇതല്ല നടത്തുന്നത്, മദ്യം. എന്നിട്ടോ ന്യായീകരണം എന്താ പറയുക? 5 ഏക്കറിലെ മഴവെള്ളം, അതിന് മാത്രം മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ കേരളത്തിൽ. ഉള്ള മഴ പെയ്താൽ വെള്ളം പോകാൻ വഴിയില്ല നാട്ടിൽ. വെള്ളപ്പൊക്കത്തിന് മനുഷ്യന്മാർ മുങ്ങിച്ചാകേണ്ട അവസ്ഥയാണ്. സകല ഭൂനകത്തിലെ മാഫിയകളുടെ കൂടെ കൂടി സകല ഭൂമിനകത്ത് വെള്ളങ്ങൾക്ക് ഒലിച്ചു പോകാൻ വഴിയില്ലാണ്ടായി. മനസ്സിലായില്ലേ? ഇവന്മാരുടെ കുടുംബത്തുള്ളവരൊക്കെ മുങ്ങിച്ചാകണം, എന്നാലും ഇവന്മാരൊക്കെ പഠിക്കുള്ളൂ. ഈ പ്രകൃതിയെ ചൂഷണം ചെയ്ത് നടക്കുന്ന നായ്ക്കളുണ്ടല്ലോ, അവരൊക്കെ പഠിക്കുമ്പോൾ അപ്പഴേ പഠിക്കുള്ളൂ. മനസ്സിലായിട്ടുണ്ടോ? ഇവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഭരണകൂടം, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടല്ല. കിടപ്പ് രോഗികളുടെ പെൻഷൻ ഇല്ലാതായി, ക്യാൻസർ രോഗികളുടെ പെൻഷൻ ഇല്ലാണ്ടായി, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇല്ലാതായി.
മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി കേന്ദ്രം ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വക പിരിവൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ എത്ര പേർക്ക് അറിയാം ഈ ക്ഷേമനിധി കീമനിധി? ഇവന്മാർക്ക് ഇതില്ല പറഞ്ഞ് ജീവിച്ചിരിക്കാൻ പറ്റില്ല. കൈയിട്ട് വാരാനും നക്കാനും കക്കാനും കിട്ടില്ല. ഞാൻ നാട്ടിൽ വണ്ടി സർവീസ് നടത്തുമ്പോൾ തന്നെ 5300 കോടി രൂപയോളം കേരളത്തിലെ മോട്ടോർ വാഹന ക്ഷേമനിധി ബോർഡിലുണ്ടായിരുന്ന പൈസ ഇവർ വകം മാറ്റി ചെലവാക്കി. അറിയാം നിങ്ങൾക്ക്? സാധാരണക്കാരിലേക്ക് എത്തേണ്ടതൊന്നും ഇവരെത്തിക്കില്ല. ഇവിടെ ഇരുന്നിട്ട് കുറെ ചകാക്കളുണ്ട് സോഷ്യൽ മീഡിയ ഇരുന്നിട്ട് ഇങ്ങനെ പുകഴ്ത്തും. കഞ്ഞി വെക്കാൻ വകയില്ല. ഇന്നിപ്പോ ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചിരിക്കുകയാണ്. എന്താ കാരണം എന്ന് വെട്ടിക്കുറച്ചതിന് കാരണം എന്താ? അത് പറഞ്ഞ ന്യായീകരണം എന്താ അറിയോ? തുച്ഛം പൈസയുള്ളൂ. ക്രിസ്ത്യൻസിനും മുസ്ലിം കുട്ടികൾക്കും പഠിക്കാനുള്ള സ്കോളർഷിപ്പിന് തുച്ഛം പൈസയുള്ളൂ. അതിനെ വെട്ടിക്കുറച്ചിരിക്കുക. മുഖ്യമന്ത്രിക്ക് കറങ്ങാനുള്ള ഹെലികോപ്റ്ററിന് 33 കോടി റുപ്യാണ് വാടക ഇനത്തിൽ ബാക്കി. ഇതെത്ര പേർക്കറിയാം? ഇയാളുടെ തറവാട്ട് മുതലത് ആണാ പാവപ്പെട്ട വയനാട്ടിലെ ദുരിതത്തിൽ എരിയായവർക്ക് വാടക കൊടുത്തിട്ടില്ല. ആഹാരം കഴിക്കാനുള്ള പൈസ കൊടുത്തിട്ടില്ല ഈ സർക്കാർ. കുഴിച്ചിട്ടതിലെ പേരിൽ കള്ളക്കണക്കുണ്ടാക്കി കോടതിയെ ബോധിപ്പിച്ചു. കോടതി കാലുവാരി നിലത്തടിച്ചവര് കള്ളന്മാരെ എന്നിട്ട് വിളിച്ചു. എന്നിട്ടും കമ്മികൾ പറയാണ്, സോഷ്യൽ മീഡിയ കമ്മികൾ ഇരുന്ന് പറയാണ് സ്വർഗമാണ് കേരളം, ഇവിടം സ്വർഗമാണ്. ചെകുത്താന്റെ ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം. ചെകുത്താന്റെ ഭൂമി. മനസ്സിലായിട്ടുണ്ടോ? ഇതെത്ര പേർക്ക് അറിയാം ഈ കഥകൾ? ഇപ്പൊ സ്കോളർഷിപ്പ് 50% വെട്ടിക്കുറച്ചിരിക്കുന്നു. മുസ്ലിം വിദ്യാർത്ഥികളുടെയും ക്രിസ്ത്യൻ വിദ്യാർത്ഥികളുടെയും ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് 50% വെട്ടിക്കുറച്ചു. നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ കേരളത്തിന്റെ ഈ ഭരണം ഈ പറയുന്ന ധനവകുപ്പ് മന്ത്രി ഗോപാലനോ എന്താ ചങ്ങാതിന്റെ പേര്, TN ഗോപാലൻ, അദ്ദേഹം പറഞ്ഞ ന്യായീകരണം എന്താണ്? ഖജനാവിൽ പണമില്ല. ഖജനാവിൽ പണം ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവുക? ഭരിക്കണം, എന്നാലേ പണം ഉണ്ടാവുള്ളൂ. ഭരിക്കണം, മനസ്സിലായിട്ടുണ്ട്? എന്നാലേ പണം ഉണ്ടാവുള്ളൂ. ഭരിക്കാൻ അറിയണം. അല്ലാതെ ആട് മേയ്ക്കാൻ പോയവരും വീട് ധരിക്കാൻ പോയവരും തെങ്ങ് കയറാൻ പോയവരും പിടിച്ച് മന്ത്രിമാരാക്കിയ, നിയമസഭ തല്ലിപ്പൊളിക്കാൻ പോയവരും പിടിച്ച് മന്ത്രിമാരാക്കിയ കേരളത്തിൽ ഖജനാവിൽ പണം ഉണ്ടാവില്ല. നല്ല ഭരിക്കാൻ അറിയണം, നല്ല യോഗ്യത ഉണ്ടാവണം. മനസ്സിലായ? പിന്നെ പറയുന്ന കുറ്റം കേന്ദ്രം തന്നില്ല. കേന്ദ്രത്തിൽ നിന്ന് വാങ്ങാൻ നിങ്ങൾക്ക് കഴിവില്ല പറഞ്ഞ് രാജിവെച്ച് ഇറങ്ങിപ്പോണം. കേന്ദ്രത്തിൽ നിന്ന് വാങ്ങാൻ കഴിവില്ലെങ്കിൽ രാജിവെച്ച് ഇറങ്ങിപ്പോണം. പിന്നെയോ അവരുമായിട്ട് സമരസപ്പെടുക. ഏതൊരു കാര്യത്തിൽ? നിങ്ങളുടെ കള്ളക്കേസുകൾ പുറത്തു വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും മുഖ്യമന്ത്രിയുടെ മകളെ പോലുള്ളവരെ ജയിലിലിടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് സമരസപ്പെടുക. കോംപ്രമൈസ്. തൃശ്ശൂർ അങ്ങോട്ട് കൊടുക്കുക, കാവ്യവൽക്കരണം നടത്തുക, പോലീസിന് കാവ്യവൽക്കരണം നടത്തുക. ഈ രീതിയിലുള്ള കാര്യങ്ങൾ നടത്തിയിട്ട് അവരെ സന്തോഷിപ്പിക്കുക. ഇപ്പോ ഖജനാവിലെ പണമില്ല എന്ന് പറഞ്ഞ് ന്യൂനപക്ഷങ്ങളുടെ സ്കോളർഷിപ്പ് കട്ടാക്കിയത് കമ്മികളെ യഥാർത്ഥത്തിൽ അത് BJP RSS അജണ്ടയാണ്. മനസ്സിലായിട്ടുണ്ടോ? BJP RSS അജണ്ട. അതിന് നടപ്പിലാക്കാൻ കണ്ടുപിടിച്ച ഒരു മാർഗമാണ് ഖജനാവിൽ പൈസയില്ല എന്നുള്ള മുട്ടിന്യായം. ഖജനാവിൽ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ ഭരിക്കണം. നിങ്ങൾ കടം വാങ്ങിച്ച് ഭരിക്കണ്ട. രാജിവെച്ച് ഇറങ്ങിപ്പോ ആൺകുട്ടികൾ കയറി ഭരിക്കും. എന്തിനു നിങ്ങൾ മനസ്സും മുട്ടിയിട്ട് കടിച്ചു തോന്നണ്? ഇല്ലാത്ത ചട്ടി എടുത്തിട്ട് പിച്ചച്ചട്ടി എടുത്തിട്ട് നിങ്ങൾ പിച്ച തണ്ടാണ് ഇറങ്ങണത്. എന്തിനാ ഇറങ്ങണത്? ഗതിയില്ല പറഞ്ഞ് ഇറങ്ങിപ്പോണം. രാജിവെച്ച് ഇറങ്ങിപ്പോണം. ഖജനാവിൽ പൈസയില്ല. പിഞ്ച് മക്കൾക്ക് ആഹാരം കൊടുക്കുന്ന ഉച്ചഭക്ഷണത്തിൽ കൈയിട്ട് വാരി കഴിഞ്ഞു. അംഗൻവാടികൾ കൊടുക്കുന്ന പാലും മുട്ടയിലും കൈയിട്ട് വാരി കഴിഞ്ഞു. നിങ്ങളൊന്ന് ആലോചിക്ക്. എന്നിട്ടും പറയുന്നത് കേരള ചുന്ദരമാണ്. എന്ത് ചുന്ദരം? കേരളം എന്ത് ചുന്ദരം? PV അൻവർ ഉയർത്തിവിട്ട പല വിഷയങ്ങളും ഇന്ന് സത്യമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ പൂരം കലക്കൽ തുടങ്ങിയിട്ട് MR അജിത് കുമാർ തുടങ്ങിയിട്ട് അങ്ങനെ പല പല വിഷയങ്ങളും അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന പല കാര്യങ്ങളും ഇന്ന് കേരള സമൂഹം മനസ്സിലാക്കിയിരിക്കുന്ന സത്യമാണെന്നുള്ളത്. ഇന്നലെ ഒരു വിക്കറ്റ് വീണു, ഒരു പഞ്ചായത്ത് പോയി. ഇതുപോലെ ഇന്ന് എൻ്റെ നാട്ടിലുള്ള പഞ്ചായത്ത് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പോവും. അത് പോയിരിക്കും. ഇത് അടിവരയിട്ടാണ് പറയുന്നത്, പോയിരിക്കും. യാതൊരു സംശയം വേണ്ട. പല പഞ്ചായത്തുകളും വീഴും ഈ തെരഞ്ഞെടുപ്പിൽ, വീഴ്ത്തും. കാരണം കമ്മികളല്ല കേരളത്തിലെ ജനത. കേരളത്തിലെ ജനതയിൽ കമ്മികൾ ഒഴികെ ബാക്കിയുള്ളവർക്ക് നല്ല വിവരമുണ്ട്. മനസ്സിലായിട്ടുണ്ടോ? എല്ലാവരും ഇങ്ങനെ ഈ നേതാക്കന്മാരെ കാണുമ്പോൾ ഇങ്ങനെ തലയാട്ടുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല. രാവിലെ തുപ്പാൻ മറന്നാൽ വൈകുന്നേരം തുപ്പിയിട്ട് അവർ കിടന്നുറങ്ങും. പോയിട്ട് കാക്കിച്ച് തുപ്പിയിട്ട് ഉറങ്ങാൻ നേരത്ത് വെളിയിൽ വന്നൊരു തുപ്പല്ലോ നമ്മൾ, അല്ലെങ്കിൽ വായു ഒപ്പിളിച്ച് തുപ്പല്ലോ. ആ തുപ്പിയിട്ട് അപ്പോൾ കിടന്നുറങ്ങുന്ന ആൾക്കാർ അത്രയും വെറുത്തു നിങ്ങളാണ് ജനങ്ങൾ. മനസ്സിലായിട്ടുണ്ടോ? അത്രയ്ക്ക് നിങ്ങളെ വെറുത്തു. കേരളത്തിനെ നശിപ്പിക്കുന്ന മാഫിയ സംഘങ്ങളാണെന്ന് ഈ ഭരണം ഭരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ചെറുപ്പക്കാരെ കുട്ടികൾ, +1-നും +2-ലും പഠിക്കുന്ന കുട്ടികൾ വരെ വിദ്യാർത്ഥികൾ അധ്യാപകരെ കൊല്ലുമെന്ന് പറയുക, വെട്ടുമെന്ന് പറയുക, അമ്മമാരെ വെട്ടിക്കൊല്ലണോ, പോലീസുകാരെ കാലുവാരി പിടിച്ചടിക്കുന്നു. ഇതെന്താ? എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്?
ഇതൊക്കെ പണ്ട് നമ്മൾ കേട്ടിരിക്കുന്നത് ഉത്തർപ്രദേശിലും ബീഹാറിലൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അവിടെയുള്ളവർക്ക് ബോധം വന്നു. പശ്ചിമ ബംഗാളികൾ വിവരം കെട്ടവരാണ്, ഇവർ പറയുന്നവരാണല്ലോ ബംഗാളികൾ അവർ തുപ്പിത്തൂറി വാരി എറിഞ്ഞു. ഇവരെ അവരുടെ ഭണ്ഡാരങ്ങളെ പറഞ്ഞിട്ട് തുപ്പിത്തൂറി വാരി എറിഞ്ഞു. ഈ പറഞ്ഞ ഈ കമ്മികളെ നാട്ടിൽ തന്നെ വേണ്ട പുല്ല് മുളയ്ക്കാൻ വിട്ടിട്ടില്ല. അവിടെ പുല്ല് മുളയ്ക്കാൻ വിടുന്നില്ല. അവിടെ എന്തുകൊണ്ടാണെന്നറിയോ? ഇവരെ കൊണ്ട് പൊറുതി മുട്ടിയിട്ടാണ് പശ്ചിമ ബംഗാളിൽ ബുദ്ധിയില്ലാത്ത ബംഗാളികൾ എന്ന് പറഞ്ഞ്. പക്ഷെ അവർക്കാണ് ബുദ്ധി കേട്ടോ. ഇന്ത്യയിൽ ആദ്യ ദിനപത്രം ഇറങ്ങിയത് ബംഗാളി ഭാഷയിലാണ്. ഏകദേശമുള്ള എഴുത്തുകാരും മുഴുവൻ ബംഗാളി ഭാഷയിലാണ്. നല്ല നല്ല സംവിധായകന്മാരുള്ളത് ബംഗാളി ഭാഷയിലാണ്. അപ്പൊ ബംഗാളികൾ ബുദ്ധിയില്ലാത്തവരില്ല, അവർക്ക് ബുദ്ധിയുള്ളത് കൊണ്ടാണ് ഇവരെ ചവിട്ടിത്തെറിപ്പിച്ചത് പശ്ചിമ ബംഗാളിൽ നിന്ന്. മനസ്സിലായോ? ഇവരെ പശ്ചിമ ബംഗാളിൽ നിന്ന് എന്തിനാ ഒഴിവാക്കിയത്? നമ്മൾ വിചാരിക്കും ബംഗാളികൾ പൊട്ടന്മാരല്ല. ഏറ്റവും നല്ല കൃതികളുണ്ടായത് രവീന്ദ്രനാഥ ടാഗോറിനെ പോലുള്ള ആളുകൾ, അമർത്യ സെന്നിനെ പോലുള്ള ആളുകൾ, അങ്ങനെ മഹാനായിട്ടുള്ള ആളുകളുള്ളത് പശ്ചിമ ബംഗാളിലാണ്. ഏറ്റവും കൂടുതൽ ബുദ്ധിജീവികൾ പശ്ചിമ ബംഗാളിലാണ്. ആദ്യത്തെ വാർത്താ പത്രം ഇറങ്ങിയത് പശ്ചിമ ബംഗാളിലാണ്. മനസ്സിലായോ? അതുകൊണ്ട് പശ്ചിമ ബംഗാളികളെ നമ്മൾ കുറവായി കാണിക്കേണ്ട. ബംഗാളികൾക്ക് ബുദ്ധിയുള്ളതാണ് കമ്മികൾ അവിടെ തുപ്പി തൂറി വാരി എറിഞ്ഞത് അവിടുന്ന്. ഇപ്പൊ അവരവിടെ വന്ന് വീണിരിക്കുന്നത് കേരളത്തിലാ. ഇപ്പൊ കേരളത്തില് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ കിട്ടിയപ്പോ പിന്നെ ഇവരുടെ വിചാരം എന്താണെന്നറിയോ? ഇവരിപ്പോ സ്വപ്ന സഞ്ചാരികളായിട്ട് ഇങ്ങനെ നടക്കുക. ഞങ്ങളാണ് ഇപ്പൊ ഇന്ന് ദൈവങ്ങള് എന്ന് പറഞ്ഞ് നടക്കുക കമ്മികള്. മനസ്സിലായില്ലേ? ഞങ്ങളാണ് ദൈവങ്ങള്, കേരളത്തിന്റെ സംരക്ഷകർ ഞങ്ങളാണ്, പിണറായി വിജയൻ ദൈവം, ബാക്കിയുള്ളൊക്കെ അടിമ ദൈവങ്ങൾ എന്ന രീതിയിലാണ് ഇപ്പോൾ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താ സംഭവം? നിങ്ങൾ ആലോചിക്കുക. ക്യാൻസർ രോഗികളുടെ പെൻഷൻ ഇല്ലാതായി, സാമൂഹിക സുരക്ഷാ പെൻഷൻ ഇല്ലാതായി, മോട്ടോർ ക്ഷേമനിധി അത്യാവശ്യം 100-300 കൊടുത്തുകൊണ്ടിരുന്ന അതില്ലാതായി, കിടപ്പ് രോഗികളുടെ ചികിത്സാ ഫണ്ട് ഇല്ലാതായി, ആശുപത്രിയിൽ OP ടിക്കറ്റ് വർദ്ധിപ്പിച്ചു. അതിന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞ ന്യായീകരണം എന്താ അറിയോ? 5 രൂപ കിട്ടാനില്ല, അതുകൊണ്ട് 10 രൂപ ആക്കിയെന്നാ പറയുന്നത്. 5 രൂപ നോട്ട് കിട്ടാനില്ല, അതുകൊണ്ട് 10 രൂപ ആക്കിയെന്ന്. ഇത് വിശ്വസിക്കും കമ്മികൾ. കാരണം പണ്ട് നമ്മുടെ അഖിൽമാരാർ പറഞ്ഞ പോലെ ആട്ടിൻകാട്ട് കൊടുത്തിട്ട് ക്യാബ്രീസ് മുട്ടായാണ് മറ്റു നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതേ പറയും. കാരണം ഇവർക്ക് അതിനെ അറിയൂ. അവർക്ക് ഈ സത്യത്തിലൂടെ സഞ്ചരിച്ചിട്ടുള്ള സ്വഭാവം ഇല്ലല്ലോ ഇവർക്ക് സത്യം ഒന്നുമില്ല. ഇവരെന്താണ് നേതാക്കന്മാർ പറയുന്നത്? പാർട്ടി യോഗങ്ങൾ എന്താ പറയുന്നത്? പാർട്ടി ക്ലാസ്സിൽ എന്താ പഠിക്കുന്നത്? ഇവര് നേതാക്കന്മാർ കൊടുത്തുവിട്ടുന്ന കത്തിലെന്താ എഴുതിയിരിക്കുന്നത്? ഇതാണ് സത്യമെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വർഗമാണ്. മനസ്സിലായിട്ടുണ്ടോ? അതുകൊണ്ടാണ് കേരളം ഇന്ന് ഏറ്റവും നമ്പർ 1 മാറിയത്. എന്തില്? മദ്യത്തില്, എന്തില്? മയക്കുമരുന്നില്, എന്തില്? കഞ്ചാവില്, എന്തില്? MDMA-ല്. ഇതൊക്കെ നമ്പർ 1 മാറിക്കൊണ്ടിരിക്കുക കേരളം. മനസ്സിലായ? കുട്ടികളെ അധ്യാപകരെ കുത്തിക്കൊല്ലാനും വെട്ടിക്കൊല്ലാനും നടക്കുന്നു. പോലീസുകാരെ കാലുവാരി പിടിച്ച് അടിക്കാൻ നടക്കുന്നു. അമ്മയെ വെട്ടിക്കൊല്ലുന്നു. എന്നിട്ടും പറയുക കേരളം സ്വർഗമാണെന്നാണ് പറയുന്നത്. റോഡില്ല, ഒരു സഞ്ചരിക്കാൻ റോഡില്ല. എൻ്റെ വീട്ടിൽ കുടിവെള്ളം വന്നിട്ട് പൈപ്പിൽ വെള്ളം വന്നിട്ട് ഏകദേശം 6 മാസമായി. മാസം 90 രൂപ 120 രൂപ ബില്ല് മേടിക്കുന്നുണ്ട്. കാറ്റ് വിറ്റ് കാശാക്കുന്ന ഒരു വകുപ്പ് കൂടി നമ്മുടെ കേരളത്തിലുണ്ട്. അതും കൂടി മനസ്സിലാക്കുക. കാറ്റ് വിറ്റിട്ട് പൈപ്പിലൂടെ തുറന്ന കാറ്റ് ഇതിന് മാസം ബില്ല്, ഫിക്സ്ഡ് ബില്ല്. മനസ്സിലായിട്ടോ? അങ്ങനെ ഏതൊക്കെ രീതിയിൽ തട്ടിപ്പും വെട്ടിപ്പും നടന്ന് ജനങ്ങളെ ചൂഷണം ചെയ്ത് ഈ ഭരണത്തിൽ കടിച്ചു തൂങ്ങാൻ പറ്റും. അങ്ങനെ കടിച്ചു തൂങ്ങുന്ന ഒരു സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ. മനസ്സിലായോ? നിങ്ങളൊന്ന് ആലോചിക്കുക. PV അൻവറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. ബോബി ചെമ്മന്നൂരിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. അല്ലേ? എന്തായിരുന്നു ഇവർ ചെയ്ത കുറ്റം? PV അൻവർ സമരം നയിച്ചു. അതിൽ പ്രകോപിതരായിട്ട് കുറച്ച് ആളുകൾ പോയിട്ട് DF ഓഫീസ് തല്ലിപ്പൊളിച്ചു. നിയമസഭ തല്ലിപ്പൊളിച്ചവന്മാർ ഇപ്പോഴും ഞാൻ പറയുന്നില്ല, എൻ്റെ വായിൽ എന്തൊക്കെയോ വരുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഇനിമേലെ തെറി പറയരുത്. നിയമസഭ തല്ലിപ്പൊളിച്ച പല എറപ്പാളികളും ഇന്ന് നിയമസഭയ്ക്കകത്തുണ്ട്. അതാണ് ഏറ്റവും വലിയ സത്യം. അത് ചിന്തിക്കേണ്ട കാര്യം. നിയമസഭ ആര്യ നിയമമുണ്ടാക്കുന്ന ഒരു സഭയാണത്. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിയമം ഉണ്ടാക്കുന്ന ഒരു സഭ. ആ സഭയ്ക്കകത്ത് തല്ലിപ്പൊളിച്ച് കാളിയമർദ്ദനം നടത്തി സ്പീക്കറിന്റെ ഡയസിൽ കയറി ചവിട്ടി മിതിച്ച് കരക്കി കൂട്ടി മുണ്ടിനെയൊക്കെ എടുത്ത് നെഞ്ചത്ത് കുത്തി അണ്ടർവെയറിന്റെ വള്ളി മുഴുവൻ കാണിച്ചുകൊണ്ട് നടന്ന ആള് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ആ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിന്റെ കീഴിലുള്ള വിദ്യാർത്ഥികൾ എത്രമാത്രം ഗുണം പിടിക്കും? അധ്യാപകനെ കുത്തിക്കൊല്ലും, വെട്ടിക്കൊല്ലും, ചിലപ്പോൾ ബോംബെറിഞ്ഞു കൊല്ലും. ഇതൊക്കെ ചെയ്യും. കാരണം ഇയാളിൽ നിന്നാണല്ലോ ഈ ഉൾക്കൊണ്ടിട്ട് കുട്ടികൾ ഇങ്ങനെ ആവേശം. ചോദ്യപേപ്പറിലെ ചോർന്നിട്ടുള്ളൂ, ഉത്തരം ചോർന്നിട്ടില്ലല്ലോ എന്ന് പറയുന്ന മണ്ടനായിട്ടുള്ള ഒരു മന്ത്രിയാണല്ലോ നമ്മളിന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 5 രൂപന്റെ നോട്ട് കിട്ടാനില്ലാത്തതുകൊണ്ട് OP ടിക്കറ്റ് 10 രൂപയാക്കിയെന്ന് പറയുന്ന മുൻമന്ത്രിയാണല്ലോ ഈ CPM-നെ നയിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക, ചിന്തിക്കുക. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ്.
ഓരോരുത്തരും നിങ്ങളുടെ വോട്ട് ചെയ്യുമ്പോൾ ഇനിയെങ്കിലും നമ്മുടെ നാട്ടിൽ ജീവിക്കണം എന്ന് വിചാരിച്ച് ചെയ്യുക. ഇതൊരു സംഘീഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് 50% വെട്ടിക്കുറച്ചു. പറഞ്ഞ കാരണം എന്താ അറിയോ? ഖജനാവിൽ പൈസ ഇല്ലാന്ന്. ഉണ്ടാക്കാൻ വഴിയില്ല, അവരെ പിച്ചയ്ക്ക് പോകണം. പിച്ചയ്ക്ക് അതിർത്തി പ്രദേശങ്ങളിൽ പോയി പിച്ചിരിക്കുക, അന്യ സംസ്ഥാനങ്ങളുടെ പോയി അങ്ങനെ പിച്ചപ്പാത്രം എടുത്തിരിക്കുക. കർണാടകക്കാരടുത്തും തമിഴ്നാട്ടുകാരടുത്തും പിന്നെ അതിർത്തിക്ക് പങ്കിടുന്ന ഏതവിടെ ഇല്ലല്ലേ, അവരടുത്തൊക്കെ പോയിട്ട് എന്തെങ്കിലും തരുമോ കൊണ്ട് പിച്ചയ്ക്ക്, അതിനെ പറ്റി അവരെ രാജിവെച്ച് ഇറങ്ങിപ്പോവുക. കുട്ടികളുടെ അന്നത്തിന് കൈയിട്ട് വാരിയവന്മാർ, കൊടുക്കുന്ന പാലിന് കൈയിട്ട് വാരിയവന്മാർ. എന്ന നേതാക്കന്മാർക്കോ സുഭിക്ഷമാണ് അവരുടെ കുടുംബം. നേതാക്കന്മാരുടെ മക്കളുടെ മക്കൾക്ക് ഇനി ജനിക്കാൻ പോകുന്നത്, ഇനി ഉണ്ടാക്കിയിട്ട് പ്രസവിക്കേണ്ട കേസിനടക്കം ഉണ്ടാക്കി വെക്കാനുള്ള സംവിധാനമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇനി നാട്ടിലുള്ള ചോട്ടാ ബ്രാഞ്ച് സെക്രട്ടറിമാർ വന്ന് നോക്കിയോ, സർക്കാരിന്റെ വർക്ക് എന്തെങ്കിലും കിട്ടുമോ കൊണ്ട് ഇങ്ങനെ കണ്ണും നട്ട് നോക്കിയിരിക്കുകയാണ്, കണ്ണും തട്ട് കാത്തിരിക്കുകയാണ്. എന്ത് വർക്കാണ്? ഏത് റോഡാണ് പൊളിയണത്? ഏത് റോഡാണ്, ഏത് കല്ലിങ്കിലാണ് ഇടിയണത്? ഏത് വർക്കാണ് നമുക്ക് കിട്ടാനുള്ളത്? അതിന്റെ ജനസേവനത്തിന്റെ പേരിൽ ഇപ്പോൾ ഒരു പഞ്ചായത്തിന് മുമ്പിൽ പട്ടി കിടക്കുമ്പോൾ കാവല് കിടക്കുകയാണ്. ഇതാണ് ഇന്നത്തെ നേതൃത്വം. പണ്ടത്തെ നേതൃത്വം എങ്ങനെയാ? പണ്ട് പാർട്ടി ലോക്കൽ കമ്മിറ്റി യോഗം കൂടിയിട്ട് ആ ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് ഓരോ കത്ത് കൊടുത്തിട്ട് ഇതൊക്കെ ആ പ്രദേശത്തുള്ള ആളുകൾ കൊടുക്കും. പണ്ട് പാവങ്ങളായിട്ടുള്ള പഴയ ബ്രാഞ്ച് സെക്രട്ടറിമാരും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളൊക്കെ കാലിൽ ചെരുപ്പില്ലാണ്ട് നടന്നു പോയിട്ട് ഓരോ മെമ്പർമാരെ കണ്ട് കത്ത് കൊടുത്തിട്ട് ഈ വളർത്തിയ പാർട്ടിയാണ് ഈ പാർട്ടി. ഈ പാർട്ടിയെ വിറ്റ് തൂക്കി കാശാക്കി പണയം വെച്ച് വിൽക്കാൻ നടക്കുന്ന കഴുതകളാണ് ഇപ്പോൾ പാർട്ടിയെ നയിക്കുന്നത്. യാതൊരു സംശയം വേണ്ട. മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ പടുത്തുയർത്തിയ പ്രസ്ഥാനത്തെ തൂക്കി വിൽക്കുകയാണ്, സംഖ്യകൾക്ക് തൂക്കി വിൽക്കുകയാണ് ഇവർ. ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ. നോക്കിയോ, നിങ്ങൾ എഴുതി വെച്ചോ. ഇവർ തൂക്കി വിൽക്കുകയാണ് ഈ പ്രസ്ഥാനത്തെ, ഈ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇവർ തൂക്കി വിൽക്കുകയാണ് സംഖ്യകൾക്ക് വേണ്ടിയിട്ട്. അതിനാണിപ്പോൾ നമ്മുടെ ഈ ന്യൂനപക്ഷങ്ങളുടെ സ്കോളർഷിപ്പ് 50% വെട്ടിക്കുറച്ചതിൻ്റെ പേരിൽ ന്യായീകരണം പറയുന്നത് കള്ള ന്യായീകരണമാണ്. എന്താ ന്യായീകരണം? ഖജനാവിൽ പൈസ ഇല്ല. യഥാർത്ഥത്തിൽ RSS BJPയുടെ അജണ്ട നടപ്പിലാക്കാൻ പുറകിലൂടെയുള്ള ഒരു പുറംപാതിലൂടെ നടക്കുന്ന പ്രവർത്തികളാണ് ഇതൊക്കെ. ഇത് ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും മാപ്പിള സഹാക്കളെ ഒഴിവാക്കിക്കൊണ്ടിരിക്കണോ. അതാണ് ഏറ്റവും വലിയ രഹസ്യം. കോക്കസുകളായി മാറി. ഒരു ലോക്കൽ കമ്മിറ്റിയിൽ ഒരു 5 പേരിനെ 5 പേര് ഒരു കോക്കസാണ്. അതിൽ മാപ്പിള സഹായം ഞാനും നെയ്സിൽ എന്തെങ്കിലും കാരണം മറ്റൊരു അഡ്മിനിസ്ട്രേറ്ററിനൊക്കെ ഒഴിവാക്കണം. ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് പലതും. ഒരുപാട് തെളിവുകൾ എൻ്റെ അടുത്തുണ്ട്. ചോദിച്ചു ഞാൻ തരാം പേഴ്സണലായിട്ട്. ഇവരുടെ വാട്സാപ്പ് ചാറ്റിങ് പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് എത്തിച്ചു തരുന്ന ആൾക്കാർ. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ സംഘിസമാണ്, അല്ലാതെ കമ്മ്യൂണിസം അല്ല. ഇപ്പോൾ അധികാരത്തിന്റെ അപ്രമാദിത്യം കാണിക്കുകയാണ് പിണറായി സംഘവും അവരുടെ പാർട്ടി ഇപ്പം ജനങ്ങൾക്ക് മേൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അധികാരത്തിന്റെ അപ്രമാദിത്വം. ജനാധിപത്യം പോയി ഇപ്പം അപ്രമാദിത്വമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. യുവതലമുറയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള മദ്യ കമ്പനികളെ വീണ്ടും കേരളത്തേക്ക് കൊണ്ടുവരിക. മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ്, MDA, സ്റ്റിക്കർ, സ്റ്റാമ്പ് എന്നുള്ളതുപോലെ സുലഭമായി കിട്ടുന്നൊരു സംസ്ഥാനമായി മാറി നമ്മുടെ കേരളം. വിദ്യാർത്ഥികൾ കുട്ടികളെ തല്ലാനും അധ്യാപകരെ തല്ലാനും കൊല്ലാനും നടക്കുകയാണ്. പോലീസുകാരെ വരെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് ഇന്നത്തെ വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നെന്ന് പറയുമ്പോൾ ഈ ഭരണത്തിന്റെ ഏറ്റവും തികഞ്ഞ പരാജയമല്ല അവിടെ കാണുന്നത് അല്ലേ? തികഞ്ഞ പരാജയമല്ല കാണുന്നത്. എന്നിട്ട് ന്യായീകരിക്കും. കമ്മികളായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയ ടീമുണ്ടല്ലോ, ഇവരിന്ന് ന്യായീകരിക്കും. എന്നിട്ട് ഉപ്പും ചോറ് നിന്നവർക്കോ നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് എന്താ അവിടെ നടക്കുന്നുള്ളത്. കേരളത്തിൽ മദ്യഷാപ്പുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സ്കൂളുകളിനേക്കാളും എണ്ണം കൂടുതലാണ്. സ്കൂളുകൾ എത്രയുണ്ടോ? വിദ്യ പകർന്നു കൊടുക്കുന്ന നമ്മുടെ ശ്രീനാരായണ ഗുരു പറഞ്ഞേ, അമ്പലങ്ങളും പള്ളികളും ആരാധനാലയങ്ങളും ഇവിടെ ഉയരേണ്ട, ഇവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നാൽ മതി. എത്ര മഹാനായിട്ടുള്ള ആളുകളാണില്ലേ നമ്മുടെ കേരളത്തിന് മുൻകാലത്തെ ഗുരുക്കന്മാർ അല്ലെങ്കിൽ നേതാക്കന്മാരെന്നൊക്കെ പറയാൻ. അവരുടെയൊക്കെ എന്തെങ്കിലും തന്നെ അവർക്ക് ബോധം വരുമോ? എന്തെങ്കിലും അവരുടെയൊക്കെ മാലിന്യ വേസ്റ്റ് നിന്ന് അവർക്ക് ബോധം വരുമോ? വരില്ല. കാരണം ഇവർക്ക് അധികാരമോഹവും സാമ്പത്തിക മോഹവും മാത്രമാണ്. ഇന്ന് കേരളത്തിലെ ചെറിയൊരു ചോട്ടാ നേതാവ്, ഒരു സാധാരണ ഇന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിപക്ഷ പാർട്ടി ഏത് പാർട്ടി ആയിക്കോട്ടെ, ചോട്ടാ നേതാക്കന്മാർക്കടക്കം ഇന്ന് പാർലമെന്ററി മോഹവും സാമ്പത്തിക മോഹവും ധനസമ്പാദനത്തുള്ള വഴി മാത്രമാണ് അവർ അന്വേഷിച്ച് നടക്കുന്നത്. സാമൂഹ്യ പദ്ധതിയുള്ള ഒരു നേതാക്കന്മാർ ആണായിപ്പെട്ടവൻ ഒരുത്തനില്ല ഈ സമൂഹത്തിൽ. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ എല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ലൈവ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.